أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫ് 111 ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പക്ഷേ 111 ആയത്ത് ഫുൾ മനസ്സിലാക്കുന്നില്ല, മറിച്ച് 111 ആയത്തിന്റെ ഒരു കഷണം, ലഖദ് കാന ഫി ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് എന്ന് പറയുന്ന പാർട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മൊത്തം അർത്ഥം എന്ന് പറയാം ആ വാചകത്തിന്റെ, അതിന് ശേഷം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷനിലേക്ക് വരാം. ഓക്കെ. ലഖദ് കാന ഫി ഖസസിഹിം ഇബ്റ, അവരുടെ കഥയിൽ, അവരുടെ സ്റ്റോറിയിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇബ്റത്തുൻ, പാഠം ഉണ്ട്, ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക്. അവരുടെ കഥയിൽ, അവരുടെ ആരാണ്, കഥ എന്താണ്, അതൊക്കെ നമ്മൾ വിശദീകരിക്കാനുള്ളതാണ് കേട്ടോ. ഇബ്റത്തുൻ, പാഠം. എന്താണ് പാഠം? ഇബ്റത്തിന് പാഠം എന്ന് തന്നെയാണോ അർത്ഥം പറയാ? ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക്. ആരാണ് ആ ബുദ്ധിയുള്ളവര്? ഇതൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് ആ വാചകത്തിന്റെ അർത്ഥം. അവരുടെ കഥയിൽ ബുദ്ധിയുള്ളവർക്ക് പാഠം ഉണ്ട്. മാകാന ഹദീസൻ യുഫ്തറ, ഇത് ഒരിക്കലും കെട്ടിച്ചമക്കപ്പെട്ട അല്ലെങ്കിൽ പെടുന്ന വർത്തമാനങ്ങളല്ല. വലാക്കിൻ, പക്ഷേ തസ്ദീഖല്ലദീ ബൈന യദൈഹി, അവരുടെ മുമ്പിലുള്ള സംഗതികൾക്ക് ഉള്ള ഒരു സത്യപ്പെടുത്തലാണ് അത്. തഫ്സീല കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണവുമാണ് അത്. വഹുദൻ, സന്മാർഗമാണ്, വഴികാട്ടിയാണ്, ഗൈഡാണ്. വറഹ്മതൻ, അതുപോലെ തന്നെ കാരുണ്യമാണ്. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഇതൊക്കെയാണ് ഇത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം ലഖദ് കാന ഫി ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് എന്നുള്ളതാണ്. ഈ ഖസസിന്റെ അർത്ഥം നമ്മൾ പല രൂപത്തിൽ പറയും. ഇപ്പൊ ഈ സൂറത്തിന്റെ ആദ്യത്തില് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, അല്ലെ? അതിന്റെ അർത്ഥം എന്താ? നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ, തുടക്കത്തിൽ പറയുന്നില്ലേ? എന്താ അതിന്റെ അർത്ഥം? ശരിക്കും കഥ. അതെ, ഖിസ്സ എന്നതിന്റെ ശരിക്കും ഖിസ്സ എന്നതിൽ നിന്നാണ് ഖസസ് വരുന്നത്. അത് തന്നെയാണ് സൂറത്തുൽ ഖസസ് ഉണ്ട്, അല്ലെ? ഒരു സൂറത്തിന്റെ പേര് തന്നെ അൽ ഖസസ് എന്നാണ്. അപ്പൊ ഈ ഖസസിനെ കുറിച്ച് മുഫസ്സിറുകള്, തഫ്സീറിന്റെ ആളുകള് പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇവിടെ പറയുന്നത് അതെന്തല്ല, ബഹുവചനമല്ല, അത് ജം അല്ല, മറിച്ച് അത് മുഫ്രദാണ്. ബഹുവചനമാണെങ്കിൽ അതെങ്ങനെ വരിക? ഖിസ്സയുടെ ബഹുവചനം എങ്ങനെയാ വരിക? ഖിസ്സസ് എന്നാണ് വരിക. ഖിസ്സസ്. ഖസസ് എന്നുള്ളത് ഖിസ്സയുടെ മറ്റൊരു വകഭേദമാണ് എന്നാണ് ഒരു വ്യാഖ്യാനം. ഓക്കെ. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഖസസ് എന്നുള്ളതും ഖിസ്സസ് എന്നുള്ളതും ഒരേപോലെയാണ്. ചില മുഫസ്സിറുകളുടെ അഭിപ്രായം അതാണ്. അതായത് അവരതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കഥകൾ, ഖിസ്സസും ഖസസും ഒന്നായിട്ട് തന്നെ പറഞ്ഞിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു അർത്ഥം ഖസസ് എന്നുള്ളത് ഒറ്റ ഒരു ഏകവചനത്തിന്റെ സ്ഥാനത്താണ്, അതായത് കഥ. അപ്പൊ ഖസസ് എന്നുള്ളത് നഖുസ്സു, അല്ലെ? ഖസ്സ യഖുസ്സു എന്നുള്ളതിന്റെ മസ്ദറിൽ പെട്ടതാണ് ഖസസ്. ഈ മസ്ദറിന്റെ പ്രത്യേകത എന്താ? മസ്ദറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം ഗ്രൂപ്പിൽ ഒരു ചർച്ച നടന്നു, അല്ലെ? സരിഖത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ സരിഖത്ത്, സറഖ്, സരിഖത്ത്, അതൊക്കെ മസ്തറാണ്. മസ്തർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ? മസ്തർ എന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും അറിയോ? അറിയായിരിക്കുമല്ലോ, ഗ്രൂപ്പിൽ പലർക്കും അറിയായിരിക്കും.
റൂട്ട് വേർഡ്. അതായത് ഈ ഈ ഒരു വെർബിന്റെ ശരിക്കുള്ള സോഴ്സ് വെർബ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ സോഴ്സ് വേർഡ് എന്ന് പറയാവുന്ന ഒരു സാധനമാണ് മസ്തർ. അതായത് അതൊരു, നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുമല്ലോ, ഇൻഫിനിറ്റീവ് ഫോം. എങ്ങനെയാ അത് പറയാം? ഇപ്പോ വാക്ക് അല്ലെ, വാക്ക്ഡ്, നടന്നു. അതിന്റെ ഇൻഫിനിറ്റീവ് ഫോം എങ്ങനെയാ? വാക്കിംഗ്, അല്ലെങ്കിൽ ടു വാക്ക്. കെയിം, വന്നു. അതിന്റെ ഇൻഫിനിറ്റീവ് ഫോം എങ്ങനെയാ? കമ്മിങ്, അല്ലെങ്കിൽ ടു കം, വരിക എന്ന് പറയുന്ന ആ വരിക എന്ന് പറയുന്ന ആ പ്രോസസ്, അതാണ് ശരിക്കും മസ്തർ. അപ്പൊ ഇവിടെ ഈ ഖസസിനെ ഖസ്സയഖുസ്സു എന്ന് പറയുന്ന പിന്നെ വെർബിന്റെ മസ്തറായിട്ടാണ് ഇവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ അത് സിംഗുലർ ഫോമിലാണ് വരിക. അതായത് അവരുടെ കഥയിൽ എന്നും പറയാം, അല്ലെങ്കിൽ അവരുടെ കഥ ഇങ്ങനെ പറഞ്ഞു തരുന്ന നറേറ്റീവ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ നറേറ്റീവ്. ഈ കഥയൊക്കെ ഇങ്ങനെ പറയുന്ന ശൈലി, ആ ആഖ്യാന ശൈലി, അതിൽ എന്തുണ്ട്? ലഖദ് കാന ഫി ഖസസിഹിം, അവരുടെ കഥയിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇബ്റത്തുൻ, പാഠം. ഇബ്റത്ത് എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഈ ഖസസിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോ ഇവിടെ രണ്ട് സംഗതി ഉണ്ട്. ഖസസിഹിം അല്ലെ, അവരുടെ കഥ. ആരുടെ കഥയാണ്? ചോദിച്ചാൽ അതൊരു വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു 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 അള്ളാഹു അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞിരിക്കുകയാണ്. അവരുടെ എന്ന് പറയാതെ, അത് കൃത്യമായിട്ട് ആരുടെ എന്ന് പറയാതെ അവരുടെ എന്ന് മാത്രം പറയുന്നതിലൂടെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്ക് പഴുതുവച്ചിരിക്കുകയാണ് അള്ളാഹു. നമുക്കതിനെ വേണമെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെയും അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിന്റെയും കഥയിൽ എന്ന് പറയാം. കാരണം അതാണ് ഈ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട തീം, അതാണല്ലോ. സൂറത്ത് യൂസുഫ് തന്നെ യൂസുഫ് നബിയുടെ കഥയാണ്. അപ്പൊ ആ യൂസുഫ് നബിയുടെ ബ്രദേഴ്സ്, അതുപോലെ തന്നെ യാക്കൂബ് നബിയുടെ ചരിത്രം, യൂസുഫ് നബിയെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ പിന്നെ ചതിച്ചത്, അതുപോലെ തന്നെ യാക്കൂബ് നബിയുടെ ക്ഷമ, അവസാനം അള്ളാഹുവിന്റെ സഹായം എത്തിച്ചേർന്ന് അവർ ഒന്നായത്, അവരുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടായത്, ഇതൊക്കെ ഒരു വലിയ സ്റ്റോറിയാണല്ലേ. ഒരു നല്ല സിനിമക്ക് പറ്റിയ, ഒരു സ്ക്രീൻ പ്ലേക്ക് പറ്റിയ ആ രൂപത്തിലുള്ള ഒരു കഥയാണത്. അതാകാം ഒന്നുകിൽ. അല്ലെങ്കിൽ പിന്നെ ഏതാ, ഇതിന് തൊട്ടുമ്പാഴത്തിൽ പറഞ്ഞ എന്താ? ഹത്താ ഇദസ്തൈ അസർ റുസുലു, പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെ കഥയിലും, കാരണം തൊട്ടു മുമ്പ് പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. പ്രവാചകന്മാര് അള്ളാഹുവിന്റെ സന്ദേശവുമായിട്ട് അല്ലെ, ഒമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, നാം താങ്കൾക്ക് മുമ്പ് അയച്ചിട്ടുള്ളതൊക്കെ മനുഷ്യന്മാരെയാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് നാം ആ ജനവിഭാഗങ്ങളിൽപ്പെട്ട അവർക്ക് തന്നെ നാം ദിവ്യബോധനം നൽകി എന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ആ പ്രവാചകന്മാര് കളവ് ആക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ തന്നെ സംശയങ്ങൾ, അവരുടെ തന്നെ സ്വപ്നങ്ങൾ അവരോട് കളവ് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ നിരാശയുടെ അങ്ങേ അറ്റം എത്തുമാറ് അവർക്ക് അള്ളാഹുവിന്റെ സഹായം എത്തി. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെ കുറിച്ചുള്ള ആ കഥകളെ കുറിച്ചാകാം, അല്ലെങ്കിൽ അതും ഒരു കഥയാണ്. അപ്പോ കുറച്ചുകൂടി വിശാലമായിട്ട്, ആ ലെൻസ് കുറച്ചുകൂടി വിശാലമായി അവരെ കുറിച്ച് പറയുമ്പോൾ ആ പ്രവാചകന്മാരുടെ മൊത്തം സ്ട്രഗിള്, നൂഹ് അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവരൊക്കെ ഇനീഷ്യലി കളവാക്കപ്പെട്ടവരാണ്. അവരൊക്കെ അവരുടെ അനുയായികളും ശത്രുക്കളും ഒക്കെ അല്ലെ, ചില സന്ദർഭത്തിൽ അനുയായികൾ വരെ കളവാക്കി. മൂസാ നബീനെ അനുയായികൾ വരെ കളവാക്കിയില്ലേ? നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം ഈ ഖസസ് എന്നുള്ളത് ആ പ്രവാചകന്മാരുടെ കഥയാണ്. മൂന്നാമത്തെ വ്യാഖ്യാനം ഈ നശിപ്പിക്കപ്പെട്ട സമുദായങ്ങൾ. ഇപ്പോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് ഇവിടെ അതല്ല, ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം അല്ലെ. ഇതിന്റെ തൊട്ട് മുമ്പത്തെ 109-ാമത്തെ ആയത്തിൽ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആ ആളുകളുടെ അന്തിമ പരിണതി എന്തായിരുന്നുവെന്ന് അവർ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ കഴിഞ്ഞുപോയ സമുദായങ്ങള്, പിന്നെ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വലാ യുറദ്ദു ബഅസുന അനിൽ ഖൗമിൽ മുജ്രിമീൻ, ക്രിമിനലുകളായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ ആ കഠിനമായ ശിക്ഷയെ
തടുക്കാൻ പറ്റുന്ന ഒന്നുമില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെട്ട നാഗരികതകൾ, ദ ഡിസ്ട്രോയിഡ് സിവിലൈസേഷൻ ദാറ്റ് ഫേസ്ഡ് ഡിവൈൻ ജസ്റ്റിസ്, അള്ളാഹുവിൻ്റെ ദൈവിക നീതി, ആ നീതിയെ അഭിമുഖീകരിച്ച അത്തരം നാഗരികതകൾ, നശിച്ചുപോയ നാഗരികതകൾ, അവരുടെ കഥയാകാം. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും ഉപയോഗിക്കേണ്ട പദം കസസ് എന്നാണ്, അല്ലെ? അല്ലെങ്കിൽ കിസസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സ്റ്റോറീസ് എന്നാണ് പറയേണ്ടത്. പക്ഷെ അള്ളാഹു ഉപയോഗിച്ച പദം കസസ് എന്നതാണ്, കഥ എന്നതാണ്. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതൊക്കെ, യൂസുഫ് നബിയുടെ ഈ കഥയാകട്ടെ, മറ്റു പ്രവാചകന്മാരുടെ കഥയാകട്ടെ, കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ കഥയാകട്ടെ, അതൊക്കെ ഒരൊറ്റ കഥയാണ്. ആ കഥയുടെ ഡിഫറൻറ്റ് എപ്പിസോഡുകളാണ് ഇതൊക്കെ. അന്തിമമായി നോക്കൂ, ഏതൊരു സമുദായത്തെയും നിർവചിക്കുന്നത് എന്താ? ഏതൊരു സമുദായത്തെയും നിർവചിക്കുന്നത്, ഏതൊരു രാഷ്ട്രത്തെയും നിർവചിക്കുന്നത് കഥകളാണ്, അല്ലെ? നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ടാകും, നമ്മുടെ ഭരണഘടനയ്ക്ക് പിന്നിൽ ഒരു കഥ ഉണ്ടാകും, നമ്മുടെ സ്വാതന്ത്ര്യ സമരം. നമ്മൾ എന്തിനാണ് സ്കൂളുകളിൽ ഹിസ്റ്ററി പഠിക്കുന്നത്? ഹിസ്റ്ററി, അതിൽ തന്നെ സ്റ്റോറി ഉണ്ട്, അല്ലെ? ഹിസ്റ്ററിയിൽ തന്നെ സ്റ്റോറി ഉണ്ട്. കഥയാണ് മൊത്തം ജീവിതം നമ്മുടെ, അല്ലെ? സിനിമ എന്ന് പറയുന്നത് ഒരു കഥയാണ്, സീരിയൽ എന്ന് പറയുന്നത് കഥയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി കഥയാണ്. ഈവൻ വാർത്തകൾ പോലും കഥയാണ്. വാർത്തകളെ കുറിച്ച് ന്യൂസ് സ്റ്റോറി എന്നാ പറയാം, അല്ലെ? ന്യൂസ് സ്റ്റോറി. മാത്രമല്ല, നന്നായി പ്രസംഗിക്കുന്ന ഒരാളെ കുറിച്ച്, ആ പ്രസംഗത്തെ കുറിച്ച് പറയുന്നത്, പിന്നെ ആ പ്രസംഗം നന്നാവണമെങ്കിൽ അത് സ്റ്റോറി ടെല്ലിങ്ങിന്റെ രൂപത്തിൽ പ്രസംഗിക്കുന്ന ആളാണ് ഏറ്റവും നല്ല പ്രസംഗകനായിട്ട് മാറുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല സ്പീക്കർ, ബെസ്റ്റ് പബ്ലിക് സ്പീക്കർ. ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ ഒക്കെ വേൾഡ് പബ്ലിക് സ്പീക്കിംഗ് കോൺടെസ്റ്റ് എടുത്തു നോക്കിയേ, അതിലെങ്ങനെയാ അവർ പ്രസംഗിക്കുക? നമ്മളെപ്പോലെ ഇങ്ങനെ വാചകങ്ങൾ പറയല്ല ചെയ്യുക, മറിച്ചൊരു കഥയാണ് പറയാം. 7 മിനിറ്റ് കൊണ്ട് ഒരു കഥ പറയും. ആ കഥയിലൂടെ അവർ കൊടുക്കേണ്ട മെസ്സേജ് കൊടുക്കും. അങ്ങനെയാണ് മൊത്തം ജീവിതം. അപ്പോൾ ലോകം മുഴുവൻ, ലോകത്തിലെ മനുഷ്യർ മുഴുവൻ, കഴിഞ്ഞുപോയ നാഗരികതകൾ മുഴുവൻ, അതൊക്കെ എന്താണ്? ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിൽ തീർച്ചയായിട്ടും പാഠമുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരർത്ഥം ഈ ഖസസിന്, അത് ദ വേ അള്ളാഹ് ടെൽസ് ദ സ്റ്റോറി, ടെല്ലിംഗ് ദ സ്റ്റോറി. അള്ളാഹു ഈ പറയുന്ന കഥ, അള്ളാഹുവിന്റെ കഥ പറച്ചിലിൽ എന്തുണ്ട്? പാഠമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഖുർആനിലെ കഥകൾ അള്ളാഹു പറയുന്ന രീതിയെ കുറിച്ച്, അല്ലെ? കുറച്ച് കഷ്ണമായിട്ടാണ്. ആകപ്പാടെ ഒറ്റ കഥയാണ് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞിട്ടുള്ളത്. അത് ഈ ഒരൊറ്റ സൂറത്തിലാണ്, സൂറത്ത് യൂസുഫിലാണ്. ബാക്കി എല്ലാ കഥകളും നോക്കൂ. മൂസാ നബിയുടെ കഥ ഏതാണ്ട് 10-70 സ്ഥലത്തായിട്ടാണ് മൂസാ നബിയുടെ കഥ, 27 സ്ഥലത്തായിട്ടാണ് മൂസാ നബിയുടെ കഥ പറഞ്ഞിട്ടുള്ളത്. ആദം നബിയുടെ കഥ പലയിടത്തും പല രൂപത്തിലാണ് വരുന്നത്. മറ്റെല്ലാ പ്രവാചകന്മാരുടെയും കഥ വരുന്നുണ്ട്, അല്ലെ? പല പല രൂപത്തിൽ. സൂറത്തിൽ അംബിയയിൽ വരുന്നുണ്ട്, സൂറത്ത് അൻആമിൽ വരുന്നുണ്ട്. അൻആമിൽ ഒറ്റ പേജിൽ 18 നബിമാരുടെ പേര് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ പല രൂപത്തിലായിട്ട് അള്ളാഹു ഈ കഥ പറയുന്ന സ്റ്റൈലില് എന്തുണ്ട്? പാഠമുണ്ടെന്നുള്ളതാണ് അള്ളാഹു പറയുന്നത്. ഇപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ ഓരോ പ്രവാചകന്മാരുടെ കഥയിലും, യൂസുഫ് നബിയുടെയും അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിന്റെ കഥയിലും, കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ കഥയിലുമൊക്കെ ഒരു ഇന്റർ കണക്റ്റഡ്, ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. എല്ലാം ഒരു വലിയ ഗ്രാൻഡ് സ്റ്റോറിയുടെ ഡിഫറെന്റ് എപ്പിസോഡുകളാണ് ഇതൊക്കെ. മനസ്സിലായോ? ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും, അവരൊക്കെ പറഞ്ഞ ഒറ്റ സംഗതിയാണ്. അതെന്താ? തൗഹീദ്, അല്ലെ? അള്ളാഹുവിന്റെ ഏകത്വം. അതുപോലെ തന്നെ പ്രവാചകന്മാർ മനുഷ്യരെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട സംഗതി മനുഷ്യന്മാരുടെ അക്കൗണ്ടബിലിറ്റിയെ കുറിച്ച്. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് വെറുതെ വന്നതല്ല, അല്ലെ? അഫ ഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസൻ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണോ? അല്ല, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ. അള്ളാഹിനെ അനുസരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കോമ്പസ് നിങ്ങൾക്കുണ്ട്. അള്ളാഹു തന്നിട്ടുള്ള ഒരു ഹിദായത്തിന്റെ ഒരു വശം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളത് മനസ്സിലാക്കിയിരിക്കും. അപ്പൊ ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച ആ ഒരു കണക്ഷൻ ഇതിലൊക്കെ ഉണ്ട്.
ഇവിടെ നമ്മൾ ശരിക്കും ഖുർആൻ മറ്റ് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന അങ്ങനെയാണ്. ഇപ്പൊ ബൈബിളിൽ നോക്കും, ബൈബിളിൽ അബ്രഹാമിനെ കുറിച്ച് പറയും. പക്ഷേ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അത് മൂസാ നബിയുടെ ലോ ആണ് അദ്ദേഹം കൊണ്ടുവന്നത് എന്ന് നമുക്ക് ഒരു സ്ഥലത്തുനിന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അവരതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുകയാണ് ചെയ്യുക. അതേസമയം ഖുർആൻ ഈ പ്രവാചകന്മാരൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയും, എല്ലാ പ്രവാചകന്മാരും അല്ലെ, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമുദായങ്ങളിലും നാം പ്രവാചകന്മാരെ അയച്ചിരിക്കുന്നു. അനിഅ്ബുദുല്ലാ, ഒറ്റ ലക്ഷ്യം. എന്താ ലക്ഷ്യം? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം വഴങ്ങി ജീവിക്കുക. വജ്തനിബു താഗൂത്ത്, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ ശക്തികൾ, അത് പിശാചാകട്ടെ, ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന മറ്റു മനുഷ്യരാകട്ടെ, ആ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഇസംസ്, ഐഡിയോളജികൾ അതാകട്ടെ, ഇതിനൊക്കെ നിരസിക്കുക, അതിനൊക്കെ റിജക്റ്റ് ചെയ്യുക, ഡിക്ലൈൻ ചെയ്യുക. ഇതാണ്. അപ്പൊ അതൊക്കെ ഒറ്റ കഥയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവരുടെയൊക്കെ കഥയിൽ നിങ്ങൾക്ക് പാഠമുണ്ട് എന്ന് അള്ളാഹു പറയുന്നതിന്റെ അടിസ്ഥാന കാരണം ഈ പ്രവാചകന്മാർ കൊണ്ടുവന്ന എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന മെസ്സേജ് എന്താണ്? ഒരേ ഒരു മെസ്സേജാണ്, ഒറ്റ മെസ്സേജാണ്. എന്നോടാ, ആ ആ മെസ്സേജിന്റെ സാരാംശം എന്ന് പറയുന്നത് അള്ളാഹുവിന് വണങ്ങി അവനെ വഴങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. അതല്ലാത്ത, അള്ളാഹു അല്ലാത്ത എല്ലാ ശക്തികളെയും നിരസിക്കുക. അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കേണ്ടെന്നോ ആ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതെന്നൊന്നുമല്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി മറ്റു നിയമങ്ങളെ നമുക്ക് അനുസരിക്കേണ്ടി വരും. ചിലപ്പോൾ നിർബന്ധ സാഹചര്യത്തിൽ അത്തരം ചില അവസരങ്ങൾ ഇല്ലാതെയും വരും, അപ്പോഴും ജീവിക്കേണ്ടി വരും. പക്ഷെ ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ മറികടക്കാനുള്ള വഴികൾ അള്ളാഹു ഈ കഥകളിലൂടെ പറഞ്ഞു തരുന്നു. ഏറ്റവും കടുത്ത അക്രമിയായിട്ടുള്ള, നമ്മളിപ്പോ ലോകത്തെ വലിയ വലിയ അക്രമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിനേക്കാളും വലിയ അക്രമങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ലോകത്ത്. അവരുടെയൊക്കെ കീഴിൽ ജീവിച്ച പ്രവാചകന്മാരുടെ, അതുകൊണ്ടാണ് മൂസാ നബിയുടെ കഥ ഇത്രയധികം ഖുർആനിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനം എന്താ? അങ്ങനത്തെ സാഹചര്യത്തിൽ, അങ്ങനത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ മൂസാ നബിയെ കുറിച്ച് ആലോചിക്കണം. ഒരു ശക്തനായ സ്വേച്ഛാധിപതി, ആണുങ്ങളെ മുഴുവൻ കൊല്ലുന്ന, പെണ്ണുങ്ങളെ മുഴുവൻ അപമാനിക്കുന്ന അങ്ങനത്തെ ഒരാളുടെ കീഴിൽ ജീവിക്കേണ്ടി വരുമ്പോൾ മൂസാ നബിയെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾക്ക് അധികാരമുള്ള സന്ദർഭത്തിൽ സുലൈമാൻ നബിയെ കുറിച്ചും ദാവൂദ് നബിയെ കുറിച്ചും ആലോചിക്കാം. നിങ്ങൾക്ക് രണ്ടും ഒരു ഘട്ടത്തിൽ നിങ്ങൾ മർദ്ദനമേൽക്കുന്നു, പിന്നീട് നിങ്ങൾക്ക് അധികാരം ലഭിക്കുന്നു, അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിക്കാം. വേറൊരു സന്ദർഭത്തിൽ നിങ്ങൾ ആത്മീയമായ ഒരു പാതയിലൂടെ ഒരുപാട് മുന്നേറുമ്പോൾ ഈസാ നബിയെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾക്ക് എത്ര തന്നെ നിങ്ങൾ പറഞ്ഞിട്ടും നിങ്ങളുടെ സന്ദേശം കേൾക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ നൂഹ് നബിയെ കുറിച്ച് ആലോചിക്കുക. 950 വർഷം നിരന്തരം അള്ളാഹുവിലേക്ക് ക്ഷണിച്ച ആ പ്രവാചകനെ കുറിച്ച് ആലോചിക്കുക. നിരാശപ്പെടാൻ ഒന്നുമില്ലാതെ നിങ്ങൾ ജീവിക്കാൻ ശീലിക്കുക. ഈ ദീനില് അഭിമാനം കൊണ്ട് ജീവിക്കുക. ഈ ഖുർആനിനെ യഥാർത്ഥ അർത്ഥത്തിൽ നെഞ്ചോടേറ്റ് ജീവിക്കാനുള്ള പ്രചോദനം ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് യൂസുഫ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ഒരു വാചകത്തിൽ ഈ സംഗതി പറയുന്നുണ്ട്. ഇപ്പോ നോക്കൂ, യൂസുഫ് അലൈഹി ഇസ്ലാം ആ ജയിൽവാസികളോട് പറഞ്ഞ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടല്ലോ, എന്താ പറഞ്ഞത്? വഖദ് തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ്. ഒരു അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അന്ത്യനാളിനെ തള്ളിക്കളയുന്ന ആ ജനങ്ങളുടെ ആ വിശ്വാസത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹീമ വഇസ്ഹാഖ വയാഖൂബ. അല്ലെ, ഞാൻ എൻ്റെ പിതാക്കന്മാരായിട്ടുള്ള ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, അവരുടെ പാതയെ ഞാൻ പിൻപറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒറ്റ സ്റ്റോറിയാണ്. ഇബ്രാഹിം നബി ഒരു കാലത്ത് ജീവിച്ചിരുന്നു, അതിനുശേഷം ഇസ്ഹാഖ് നബി വന്നു, ഇസ്ഹാഖ് നബിക്ക് ശേഷം യാക്കൂബ് നബി വന്നു, ആ യാക്കൂബ് നബിയിൽ നിന്നാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത്. ഇതൊക്കെ ഒറ്റ പ്രവാചകന്മാരുടെ കഥയാണ്, ഒറ്റ കഥയാണ്. ആ കഥയിലെ ഡിഫറെന്റ് എപ്പിസോഡുകളാണ് എന്നതാണ് ആര് പറയുന്നത്? ഈ സൂറത്തിലെ തന്നെ 38-ാമത്തെ ആയത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നത്. എല്ലാ ലീഗസിയും, ഈ പ്രവാചകന്മാരുടെ ഒക്കെ ലീഗസി, ആ പാരമ്പര്യമൊക്കെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള അതാണ്
പിന്നെ ലഖദ് കാന ഫി ഖസസിഹിം ഇബ്ര. ഇനി അവിടെ നോക്കൂ, ഈ ലഖദ് കാന, ലഖദ് കാന അതൊരു ഉറപ്പിച്ചു പറയാണ് അല്ലെ. ലാം എന്തിനുള്ളതാണ് അവിടെ? ലഖദ് കാന ലാം എന്തിനുള്ളതാ? തൗക്കീദ്. തൗക്കീദ്. ലാമു തഅക്കീദാണത്, ഉറപ്പിക്കാണ് തീർച്ചയായിട്ടും. ഖദ്, ഖദ് എന്നുള്ളത് എന്താ? അതും തൗക്കീദ്. അതും തഅക്കീദാണ്. കാന എന്നുള്ളതോ? കാനയുടെ അർത്ഥം ആയിരുന്നു, ആ ആണ്, ആകുന്നു. അതായത് കാനക്ക് നമ്മൾ അങ്ങനെ ഒരു അർത്ഥം മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലെ, ആയിരുന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ കാനയുടെ അർത്ഥം ഒരു ഫാക്ട് പറയാനാണ്. ഒരു ഫാക്ട്, അതായത് നമ്മൾ അറബി ഭാഷ മനസ്സിലാക്കും, പ്രത്യേകിച്ച് ഖുർആന്റെ പദങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരർത്ഥം വന്നു എന്ന് വിചാരിച്ച് എല്ലായിടത്തും അതേ അർത്ഥമാണ് എന്ന് നമ്മൾ അപ്ലൈ ചെയ്യരുത്. കാനക്ക് നമ്മൾ ആയിരുന്നു എന്നൊരർത്ഥം, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതിനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, മൊത്തത്തിൽ പറയാണ്. കാനക്ക് ആയിരുന്നു എന്നൊരർത്ഥമുണ്ട്. ഇപ്പോ കാന കാന മുഹമ്മദുൻ മുഅല്ലിമൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഒരു അധ്യാപകനായിരുന്നു. പക്ഷെ അവിടെ, അല്ലെങ്കിൽ കാന മുഹമ്മദുൻ ഫിൽ മസ്ജിദ്, കാന അലിയുൻ ഫിൽ മസ്ജിദ്, അലി പള്ളിയിൽ ആയിരുന്നു എന്നതിന്റെ അർത്ഥം പാസ്റ്റില് പള്ളിയിലായിരുന്നു എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം, മറിച്ച് അതൊരു ഫാക്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും പറയും. കാന അലിയുൻ ഫിൽ മസ്ജിദ്, അലി പള്ളിയിലുണ്ട് എന്ന് പറയുന്നതിന് പുറമെ അലി പള്ളിയിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയും കാന അലിയുൻ ഫിൽ മസ്ജിദ്. അതും അറബി ഭാഷയിൽ, പ്രത്യേകിച്ച് ഖുർആന്റെ വാചക ഘടനയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അത് നോക്കുമ്പോൾ ഇവിടെ ലാം, ഖദ്, കാന, ഇത് മൂന്നും എന്താണ്? ഒരു ഫാക്റ്റിനെ ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളാണ്, അല്ലെങ്കിൽ ഹർഫുകളാണ്. ലാം ഹർഫാണ്, ഖദ് ഹർഫാണ്, കാന എന്നുള്ളതും ഒരു ഹർഫാണ്. അല്ലെങ്കിൽ കാന ഒരു ഫിയലാണ്. അതേ സന്ദർഭം തന്നെ അതിന്റെ ഇവിടുത്തെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഉറപ്പിക്കുക എന്നുള്ളതാണ്, ആ ഫാക്റ്റിനെ ഉറപ്പിക്കുക. ലഖദ് കാന ഫി ഖസസിഹിം, ഇവരുടെ കഥയിൽ, ഈ പ്രവാചകന്മാരുടേതാകട്ടെ, യൂസുഫ് നബിയുടെയും സഹോദരങ്ങളുടേതും യാക്കൂബ് നബിയുടെയും ഫാമിലിയുടെയും ഒക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ഒക്കെ കഥയിൽ, ആ ഒറ്റ കഥയിൽ, ആ കഥയുടെ ഡിഫറെന്റ് എപ്പിസോഡുകളായിട്ട് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ പാഠങ്ങളിൽ, ആ അധ്യായങ്ങളിൽ, ആ ചാപ്റ്റേഴ്സ്, അതിലൊക്കെ എന്തുണ്ട്? ഇബ്രത്തുണ്ട്. ഇബ്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫൗണ്ട് ലെസൺ, ഒരു വലിയ പാഠം, ഒരു അഗാധമായ പാഠം, എ തോട്ട്ഫുൾ ലെസൺ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ലെസൺ എന്ന് പറയാം. ഇബ്ര എന്ന പദം അബറ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ പദം ഈ സൂറത്തിൽ എവിടെയെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടോ? ആരെങ്കിലും ആലോചിച്ച് നോക്കിയേ, മുമ്പ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഈ പദം? അബറ, അബറ യ അബുറു, എന്നാലോചിച്ച് നോക്കിയേ. രാജാവിന്റെ ഒരു വാചകത്തിൽ വന്നിട്ടുണ്ട്. രാജാവ് സ്വപ്നം കാണൂലേ? എവിടെ വന്നേക്കണം? രാജാവ് സ്വപ്നം കണ്ടിട്ട് കൊട്ടാരത്തിലെ ആളുകളോട് പറയുന്നില്ലേ, ഇന്നി അറാഫിൽ മന്ന, ഇന്നി എന്താണ്, ഇന്നി, രാജാവ് എന്താ പറയുന്ന? നോക്കൂ, യാ അയ്യുഹൽ മലഉ അല്ലേ, وقال الملك إني أرى 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخرى يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون. അപ്പൊ അതെന്താ? അബറ യഅബുറു. അവിടെ നമ്മൾ അതിന് അർത്ഥം പറഞ്ഞ എന്താ? ലിറുയ തഅബുറൂൻ, നിങ്ങൾ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്ന ആളുകളാണെങ്കിൽ. ശരിക്ക് അബറ യഅബുറു എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ക്രോസ് ഓവർ എന്നുള്ളതാണ്. ക്രോസ് ഓവർ, ഒരു ഇപ്പൊ ദുബായിൽ ക്രീക്ക് ഉണ്ടല്ലേ, ദുബായിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടോ? ദേരെന്ന് ബർദുബൈക്ക് ഒരു ക്രീക്ക് ഉണ്ട്. അവിടെ പോകുന്ന ആ വഞ്ചിക്ക് പേര്, ബോട്ട് ഉണ്ടല്ലോ, ആളുകള് ബോട്ടിലിന് പറയുന്ന പേരെന്താ? അബ്ര. അബ്ര എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് കണ്ണുനീരിന് പറയും അബറാന്ന്. കണ്ണുനീര്, കണ്ണിൽ നിന്ന് നമ്മുടെ ദുഃഖം വല്ലാതെ അധികരിക്കുമ്പോൾ
ദുഃഖത്തിന്റെ ഒരു പ്രകടനമായിട്ട് കണ്ണിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന കണ്ണുനീർ തുള്ളികൾക്ക് അബറ എന്ന് പറയും. ഇഞ്ചക്ഷൻ ഇബ്ര എന്നറിയും. ഇഞ്ചക്ഷനും ശരിക്കും എന്താ സംഭവം? ഇഞ്ചക്ഷനിലും സംഭവിക്കുന്നത് എന്താ? നമ്മളുടെ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ക്രോസ് ഓവർ ചെയ്യണം. ശരിക്കും അതാണ് അബറ അബുറു എന്ന് പറയുമ്പോൾ ഒരു സംഗതി വേറൊരു സ്ഥലത്ത് നിന്ന് പാസ് ചെയ്യുക, എന്നിട്ട് മറ്റൊടത്തേക്ക് എത്തുക. അപ്പോ ശരിക്കും അതാണ് ആ പദം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഈ പ്രൊഫൗണ്ട് ലെസൺ, വലിയ ഒരു അഗാധമായ അർത്ഥവത്തായ ഒരു പാഠം നിങ്ങൾക്ക് ഈ കഥയിൽ ഉണ്ട് എന്ന് അള്ളാഹു പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതായത് ഇപ്പൊ നോക്കൂ, ഈ സ്റ്റോറി യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെ കഥയാണെങ്കിൽ നോക്കൂ, യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ആ കഥ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്. അത് അദ്ദേഹം വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്ന് അടിമച്ചന്തയിൽ നിന്ന് കൊട്ടാരത്തിൽ തന്നെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എടുത്തെറിയപ്പെടുന്നു. അവിടെ നിന്ന് അദ്ദേഹം ജയിലിലെത്തുന്നു. ജയിലിൽ നിന്ന് വീണ്ടും കൊട്ടാരത്തിൽ ഉന്നതമായ പദവിയിൽ രാജാവിന്റെ അടുത്തേക്ക്. അപ്പോൾ ഇതൊക്കെ ഒരു ക്രോസ് ഓവറാണ് അല്ലെ? അദ്ദേഹം ഇങ്ങനെ പാസ് ചെയ്ത് വരികയാണ്. അതൊരു പാഠമാണ്. അതേ സന്ദർഭത്തിൽ അതെന്താണ്? ആ സംഭവങ്ങളുടെ ഗതി എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്കുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ക്രോസ് ഓവറാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതി എന്താ? അള്ളാഹുവിൻ്റെ പ്ലാൻ മനുഷ്യരുടെ പ്ലാനുകളെക്കാളും മേലെയാണ് അള്ളാഹുവിന്റെ പ്ലാൻ. അത് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു. അള്ളാഹു ലത്തീഫുൻ ലിമാ യശാ. അള്ളാഹു എങ്ങനെ പ്ലാൻ ചെയ്യുക? ലത്തീഫാണ്, ഡിസ്ക്രീറ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുക. നമ്മളറിയാതെ ആണ് പലതും നടക്കുക. നമ്മൾ വിചാരിക്കുന്നു മനുഷ്യന്മാർ ഒരുപാട് ആസൂത്രണം ചെയ്ത് ചിലത് നടത്തുന്നു. പക്ഷെ ആ ആസൂത്രണത്തിന് മേലെ അള്ളാഹുവിന്റെ പ്ലാനുകൾ വരുന്നു. നമ്മളത് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്ത് പ്രത്യേകിച്ച് അത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കും നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നമുക്ക് വിലയിരുത്താൻ നമ്മുടേതായിട്ടുള്ള പരിമിതി ഉണ്ട് അല്ലെ? നമ്മളുടെ ഉൾക്കാഴ്ചയ്ക്ക് എല്ലാ സംഭവങ്ങളെയും കൃത്യമായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പക്ഷേ ഡീപ്പായിട്ട് അതിനെ മനസ്സിലാക്കുമ്പോൾ അതിലൊക്കെ ഇബ്ര ഉണ്ട്, പാഠമുണ്ട്. ആ പാഠം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ പ്ലാനുകളല്ല നടക്കുക ഭൂമിയിൽ. നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒരു പ്രദേശത്തെ കൺട്രോൾ ചെയ്യാൻ, കുറച്ചു പേരെ കൊല്ലാൻ, കുറച്ചു പേരെ ജയിലിലിടാൻ, കുറച്ചു പേരെ കൂട്ടക്കൊല നടത്താൻ. എത്ര പേരെ കൂട്ടക്കൊല കൊല്ലും നിങ്ങൾ ചെയ്താൽ? ഇപ്പൊ 53,390 പേരായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചിലപ്പോൾ കൊന്നാൽ 1,00,000 പേരെ കൊല്ലും, 2,00,000 പേരെ കൊല്ലും. മില്യൺ കണക്കിന് ആളുകളെ കൊന്നവർ കഴിഞ്ഞു പോയിട്ടില്ലേ? വിയറ്റ്നാം യുദ്ധത്തിൽ മാത്രം 3 മില്യൺ 30 ലക്ഷം ആളുകളാണ് കൊന്നത്. 1ഉം 2ഉം ലോക ഭീകര യുദ്ധങ്ങളിൽ കോടാനുകോടി. ആദ്യത്തെ യുദ്ധത്തിൽ 2 കോടി മനുഷ്യരെ, പിന്നത്തെ യുദ്ധത്തിൽ ഏതാണ്ട് 5 കോടി മനുഷ്യരെ കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഈ സംഭവങ്ങളുടെ അന്തിമമായിട്ടുള്ള ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ പ്ലാനാണ്. അതാണ് നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നൊക്കെ, ഈ കഴിഞ്ഞുപോയ സമുദായങ്ങളുടെയും പ്രവാചകന്മാരുടെയും യൂസുഫ് നബി, നിങ്ങളിപ്പോ ഈ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ സൂറത്തിൽ യൂസുഫ് നബിയുടെ കഥ പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇൻസൈറ്റ്, ഒരു കൃത്യമായ ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ലഭിക്കണം. അന്തിമമായിട്ട് അള്ളാഹുവിന്റെ വിധിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇടക്കിടക്ക് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മൂസാ നബിയുടെ സമുദായം ഭയങ്കരമായിട്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞ ഒരു സംഗതി, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കൂ, വൽ ആഖിബത്തു ലിൽ മുത്തഖിൻ, അന്തിമമായ വിജയം അത് മുത്തഖികൾക്കാണ്. അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമമായിട്ടുള്ള വിജയം. പിന്നെ അള്ളാഹ് പറഞ്ഞു, വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അനന്തരാവകാശം അള്ളാഹുവിനുള്ളതാണ്. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ഇവര് കുറച്ചു കാലം ഭൂമിയിൽ ആധിപത്യം വാഴുന്നുണ്ടാകാം, അവര് പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. അവര് 1,00,000 ടൺ ആയുധങ്ങളാണ്, ബോംബുകളാണ് ഈ കഴിഞ്ഞ 18 മാസമായിട്ട് ഗസയിൽ വർഷിച്ചിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ആലോചിച്ച് നോക്കൂ, ലോകത്ത് മറ്റെവിടെയാണെങ്കിൽ, ചരിത്രത്തിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ ഇപ്പൊ എപ്പോഴയോ ആ ജനതയെ ഒന്നടങ്കം തൂത്തെറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ബാക്കിയുള്ള 54 ബന്ദികളെ പോലും അവർക്ക് മോചിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല. ഇന്നും
ഇത്രയും കഠിനമായ വിശപ്പും കഠിനമായ ബോംബിങ്ങും ഒക്കെ നടക്കുന്ന ഇന്നും ജൂത പട്ടാളത്തിന്റെ സിയോണിസ്റ്റുകളുടെ ടാങ്കുകളെ അവിടുത്തെ ഫലസ്തീൻ പോരാളികൾ തകർത്തിട്ടുണ്ട്. എങ്ങനെ അത് സാധിക്കുന്നു? അതാണ് ലോകം, അതാണ് ചരിത്രം. ആ ചരിത്രത്തെ മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ഭൗതികമായ ശക്തിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കരുത്. ഒരു പക്ഷേ ആ സംഗതികളൊക്കെ നശിപ്പിച്ചേക്കാം. ആ പ്രതിരോധത്തെയൊക്കെ നശിപ്പിച്ച് ഗസ മുഴുവൻ അവർ ടേക്ക് ഓവർ ചെയ്ത് അതിനെ ഭരിക്കുന്ന ഒരു അവസരത്തെ. പക്ഷേ അപ്പുറത്ത് അതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ ഈ സയണിസ്റ്റ് ഭരണകൂടം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ ആകെ എന്താ പറയാ, ഒരുതരം പരിഭ്രാന്തിയിലും ആ സയണിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണാൻ പറ്റില്ല. നമ്മളത് പിന്നെ വായിക്കുമ്പോൾ, റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്കത് പതുക്കെ പതുക്കെ മനസ്സിലാവും. അതിനെക്കുറിച്ച് അവിടുത്തെ ആളുകൾ തന്നെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്ലാൻ. ഞാനതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അതാണ് ഇന്നല്ലാഹ ലത്തീഫുൻ ലിമാ യശാ. അതാണ് പ്രൊഫൗണ്ട് ലെസൺ എന്ന് പറയുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്ന വസ്തുതകളെ തന്നെ നമുക്ക് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ലെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനാണ് വിശുദ്ധ ഖുർആൻ എന്നേക്കുമുള്ള മനുഷ്യർക്ക് ഗൈഡൻസ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ഖുർആനിനെ മുറുകെ പിടിച്ചാൽ, ഖുർആനിനെ മനസ്സിലാക്കിയാൽ ഈ സംഭവങ്ങളെയൊക്കെ നമുക്കൊരു പ്രത്യേക ലെൻസിലൂടെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് നിരാശ വരില്ല. അതാണ് ഹത്താ ഇദസ്തൈഅസ റുസുലു എന്ന് പോലും അള്ളാഹു പറഞ്ഞത്. നിരാശയുടെ അങ്ങേയറ്റത്തേക്ക് വരെ നിങ്ങൾ എത്തിയേക്കാം, പക്ഷേ സമ്പൂർണ്ണ നിരാശ, സമ്പൂർണമായിട്ടുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അതൊരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. വിശ്വാസി ഏത് ഘട്ടത്തിലും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ശാന്തനായിരിക്കും. അവനൊരു ഉറച്ച ബോധം, അവന്റെ ഒരു കോമ്പസ് ഉണ്ടായിരിക്കും. ആ കോമ്പസ് കറക്റ്റ് ആണെങ്കിൽ ആ കോമ്പസ് അവനെ വഴി നടത്തും. എത്ര അവന് രോഗം ബാധിച്ച്, പടച്ചവൻ നമ്മളെല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അങ്ങനത്തെ ഒരു ഘട്ടത്തില് എല്ലാ പ്രതീക്ഷയും, ഡോക്ടർമാര് സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇനി 6 മാസമുള്ളൂ, 3 മാസമുള്ളൂ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കോമ്പസ് മനസ്സിലുണ്ടെങ്കിൽ ആ കോമ്പസിന്റെ ഉള്ളിൽ അവന് ആശ്വാസം കണ്ടെത്താൻ പറ്റും. കാരണം ഇത് എൻ്റെ കയ്യിലല്ല, എനിക്ക് ഈ ശരീരം തന്നത് അള്ളാഹുവാണ്. ഇതൊന്നും എൻ്റെ അല്ലല്ലോ. എൻ്റെതായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ജനിക്കുക, ഈ മാതാപിതാക്കൾക്കല്ല ഞാൻ ജനിക്കുക, ഈ രാജ്യത്തല്ല ഞാൻ ജനിക്കുക. ഇങ്ങനെ ആവൂല എൻ്റെ ഫെയർ, എൻ്റെ കോംപ്ലക്ഷൻ ഇങ്ങനെ ആവൂല. എൻ്റെ കോംപ്ലക്ഷൻ വേറൊരു രൂപത്തിലേ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും അല്ലാതെ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച നാഥന് ഇതിനെടുക്കാൻ തീരുമാനിച്ചാൽ അവനെടുക്കും. ചിലപ്പോൾ അത് പതുക്കെ പതുക്കെ എടുക്കും, ചിലപ്പോൾ പെട്ടെന്ന് എടുക്കും, ചിലപ്പോൾ വലിയ പ്രായമൊന്നും ആവാതെ തന്നെ എടുക്കും, ചിലപ്പോൾ ഒരുപാട് പ്രായം എത്തിച്ചിട്ടെടുക്കും. അപ്പോൾ ഏത് ഘട്ടത്തിലും, എത്ര മറ്റു മനുഷ്യരൊക്കെ നിരാശപ്പെടുന്ന ഘട്ടത്തിൽ പോലും ഒരു വിശ്വാസിക്ക് ഈ കോമ്പസ് ഉണ്ടാവും. അതാണ് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ. അവർക്കൊരു പ്രൊഫൗണ്ട് ലെസൺ, ഒരു ഇൻസൈറ്റ് അവർക്ക് ഈ കഥകളിൽ നിന്നൊക്കെ ലഭിക്കും. ഒന്നതാണ്. രണ്ടാമത്തത്, നമ്മുടെ ഈ ഇബ്ര എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ക്രോസ് ഓവർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ലഭിക്കും. നമ്മളുടേത് ഒരു വൈകാരികമായൊരു നമ്മുടെ ഹൃദയത്തെ, ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ആ ഒരു സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക്, യൂസുഫ് അലൈഹി സ്വലാമയുടെ തിരോധാനം 40 വർഷം നീണ്ടപ്പോൾ യാക്കൂബ് നബിക്ക് സംഭവിച്ചത് എന്താ? അദ്ദേഹം ആ സങ്കടത്തിൽ കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷെ ആ കാഴ്ച നഷ്ടപ്പെട്ട അതേ മനുഷ്യന്, അതേ പ്രവാചകന് പിന്നീട് ഒരു റീയൂണിയൻ ഉണ്ടായപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടുന്നു. അതെന്താണ്? ഒരു ക്രോസ് ഓവറാണ്, ഒരു ഇമോഷണൽ ട്രാൻസ്ഫോർമേഷനാണ് അവിടെ സംഭവിക്കുക. ഇനി ഇതേപോലെ നേരെ മറിച്ചു നോക്കൂ. ആ ബ്രദേഴ്സ്, യൂസുഫ് അലൈഹി സ്വലാമിയുടെ ബ്രദേഴ്സിന് എന്താ സംഭവിക്കുന്നത്? തുടക്കത്തിൽ അവർ യൂസുഫ് നബിയോട് അസൂയയും പകയും ഒക്കെ വെച്ച് പുലർത്തുന്നു. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നത്? അവർക്ക് പശ്ചാത്താപം തോന്നുന്നു. അബാൻ അസ്തഗ്ഫിർ ലന, അല്ലെ? അബാൻ അസ്തഗ്ഫിർ ലന, ഞങ്ങളുടെ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടണം എന്ന് പറയുന്നു. ഒരു പശ്ചാത്താപത്തിന്റെ മനസ്സ്. ഇത് നമുക്ക് ഭൂമിയിൽ സംഭവിക്കും. അള്ളാഹുവിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഏത് ഇമോഷണൽ ബ്രേക്ക് ഡൗണിന്റെ ഘട്ടത്തിലും ആ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ നമുക്ക് ചിലപ്പോൾ സംഭവിക്കാം.
അല്ലെ? അങ്ങനെയൊക്കെ സംഭവിക്കാം. ഡിപ്രഷൻ നമുക്ക് വരാം. മറ്റ് ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. സ്ട്രെസ് വരാം, ടെൻഷൻ ഉണ്ടാകാം, പ്രഷർ, വല്ലാത്ത പ്രഷർ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കാം. പക്ഷേ അന്തിമമായിട്ട് അതിനെ അതിജയിക്കാൻ നമ്മൾ ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഘട്ടം ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. സ്വന്തത്തെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല. കാരണം അവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള എല്ലാ സംഗതിയും ഈ ദീനില്, ഈ വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങളിൽ അള്ളാഹു ഒളിപ്പിച്ചു. അതാണ് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ. ആ ക്രോസ് ഓവർ, നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് മാറി, നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് മാറി, ഇപ്പോഴത്തെ ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് മാറി മറ്റൊരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റുന്ന ഒരു ശക്തി, ഒരു പവർ, ഒരു മെന്റൽ സ്ട്രെങ്ത്, ഒരു വിൽ പവർ അള്ളാഹു നിങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം. അതാണ് ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ. പിന്നെ ഒന്ന് ഒരു സ്പിരിച്വൽ ക്ലാരിറ്റി. എപ്പോഴും നമുക്ക് വേണ്ടത് അതാണ്. ഒരു ക്ലാരിറ്റി വേണം നമ്മുടെ ജീവിതത്തിൽ. എല്ലാറ്റിനും ഒരു കൃത്യമായിട്ടുള്ള എല്ലാ സംഗതികളും അള്ളാഹുവിനാലാണ് സംഭവിക്കുന്നത്. അത് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ പലപ്പോഴും അത് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ആ ക്ലാരിറ്റിയെ കുറിച്ചുള്ള ആ ക്ലാരിറ്റി ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടുക. ഇപ്പോ നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഓടിപ്പോകുന്നു, അല്ലെ? ഒരാളെ അബദ്ധത്തിൽ കൊന്നിട്ടാണ് ഓടിപ്പോകുന്നത്. പക്ഷെ ആ ഒരാളെ കൊന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പോകുമ്പോൾ നമുക്ക് തോന്നുന്നു അതെന്താണ്, അതൊരു നാട് കടത്തുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നാട് വിട്ട് ഓടിപ്പോകുന്ന ഒരു അവസ്ഥ. പക്ഷെ സംഭവിക്കുന്നത് എന്താ? ആ നാട് വിട്ട് ഓടിപ്പോകുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നത്. അപ്പൊ പ്രവാചകത്വത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയായിരുന്നു ആ നാട് വിട്ടുപോകൽ. യൂസുഫ് അലൈഹിസ്സലാം എന്തിനാണ് കിണറ്റിൽ വീണത്? എന്തിനാണ് അദ്ദേഹം അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടത്? എന്തിനാണ് ആ രാജകൊട്ടാരത്തിൽ പിന്നെ അത്തരം ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോയത്, ജയിലിൽ വന്നത്? അന്തിമമായിട്ട് ഈജിപ്തിന്റെ അധികാരം കയ്യേറുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പൊ അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് എല്ലാ ടൈമിലും വേണം. നമ്മളൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗം കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ, കടം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികാവസ്ഥ ഒന്നുകിൽ മെച്ചപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് മോശമായ അവസ്ഥയിലാവുമ്പോൾ, അവിടേക്ക് നമുക്ക് ആ ക്ലാരിറ്റി വേണം. ഇത് എൻ്റെ ജീവിതത്തിന് അള്ളാഹു തെരഞ്ഞെടുത്തൊരു വഴിയാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നു, അല്ലെ, നമ്മളിപ്പോ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാല് എവിടെ നോക്കിയാലും, അല്ലെ, ഒന്നുകിൽ ഇസ്ലാമോഫോബിയ ഭയങ്കരമായിട്ട് വരും. നമ്മുടെ സ്വത്തുക്കൾ, വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നു. നമ്മുടെ കൂട്ടത്തിലെ ആളുകളെ ജയിലിൽ അടക്കുന്നു. നമ്മുടെ പള്ളികൾ തകർത്ത് കളയുന്നു, ബുൾഡോസർ ചെയ്യുന്നു. നമ്മുടെ ഒരു പേരിന് മുസ്ലിമായ ഒരു പെണ്ണ് ഇത് പ്രഖ്യാപിച്ചു, ആ യുദ്ധത്തിന്റെ തന്ത്രം പ്രഖ്യാപിച്ചു, അവളെ പോലും ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. എവറി സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിരാശപ്പെടാനേ വഴിയുള്ളൂ. പക്ഷെ നമുക്ക് ക്ലാരിറ്റി വേണം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ജീവിക്കാൻ വിധിക്കപ്പെട്ട, നമ്മൾ അള്ളാഹു തെരഞ്ഞെടുത്താണ്. വിധിക്കപ്പെട്ടു എന്ന് തന്നെ പറയരുത്, നമ്മൾ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവിടെ വളരെ കൃത്യമായിട്ട് ഒരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ആ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ശരിക്കും ഇവിടെ മറ്റൊരു പോയിന്റ് വരുന്നത് ഇബർ എന്നാണ് പറയേണ്ടിയിരുന്നത്, അല്ലെ? ഒരുപാട് പാഠങ്ങളുണ്ട്. ഇപ്പൊ യൂസുഫ് അലൈഹി സ്വലാമയുടെ സ്റ്റോറി എടുത്തു നോക്കിയേ. ഓരോ ആയത്തും 1 മണിക്കൂർ വെച്ചിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ 70 ക്ലാസ്സുകളായി, അല്ലെ? ഇതെന്താ തീരാത്തതെന്ന് പലരും ചോദിച്ചു തുടങ്ങി. അപ്പോ ഓരോ ആയത്തിലും ഒരുപാട് പാഠങ്ങളാണ്, മൾട്ടിപ്പിൾ ലെസൺ. പക്ഷെ അള്ളാഹു അവസാനത്തെ ആയത്ത് പറയുമ്പോൾ പറഞ്ഞെന്താ? ഇബ്രത്തുൻ, ഒറ്റപ്പാഠം. ഈ സ്റ്റോറിയിലൊക്കെ ഒറ്റപ്പാഠമാണുള്ളത്. എന്താണ് ആ പാഠം? വൺ കോർ ട്രൂത്ത്, ഒരു അനശ്വരമായ സത്യം. അതെന്താന്ന് വെച്ചാല്, നിങ്ങളുടെ ജീവിതം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നയിക്കുക, അതിൽ മാത്രമാണ് രക്ഷ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നമ്മുടെ വില്ല്, നമ്മുടെ സ്വന്തം ഇച്ഛകളെ, സ്വന്തം മനസ്സിനെ അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് സമർപ്പിക്കുക. ഇതാണ് ഈ കഥകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന പാഠം.
ഒറ്റ പാഠം. എന്താണ് സൂറത്ത് യൂസുഫിലെ പ്രധാനപ്പെട്ട പാഠം എന്ന് ചോദിച്ചാൽ, അല്ല, എല്ലാ പ്രവാചകന്മാരുടെ കഥയിലെ പാഠങ്ങൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ഖുർആൻ പറയുന്ന പാഠങ്ങളുടെ അന്തിമമായ ആ ആത്യന്തികമായ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഇച്ഛകളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സമർപ്പിക്കുക, അവനെ മാത്രം വഴിപ്പെട്ട് ജീവിക്കുക. പിന്നെ ഒരുപാട് ക്ഷമ, വിശ്വാസം, തവക്കുല്, പശ്ചാത്താപം, ഇസ്തിഗ്ഫാർ, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. മനസ്സിലായി? ആ ഒറ്റ പാഠമാണ് വളരെ സുപ്രധാനമായിട്ടുള്ള സംഗതികൾ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. അവിടെ ഇനി വേറൊരു സംഗതി കൂടി ഇതിനകത്തുണ്ട്. അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രാജാവ് ഈ പിന്നെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരോടാ പറഞ്ഞത്? ആ കൂടിയിരിക്കുന്ന രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാരോട് പറഞ്ഞു. രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാര് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാ? അവര് ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ, അല്ല, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് എന്തുകൊണ്ടാണ് അള്ളാഹു സ്വപ്ന വ്യാഖ്യാനം എന്നുള്ള കഴിവ് കൊടുത്തതിന്റെ അടിസ്ഥാനം എന്താ? കാരണം അന്നത്തെ കാലത്ത് സ്വപ്ന വ്യാഖ്യാനം ഒരു വലിയ ബിസിനസ് ആയിരുന്നു. അത് ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോ നമുക്ക് നമ്മുടെ ചില ബുദ്ധിയുള്ള ആളുകൾ ഈ അസ്ട്രോളജേഴ്സിന്റെ അടുത്തൊക്കെ പോകാറുണ്ടല്ലേ, സുപ്രീം കോടതി ജഡ്ജിമാർ വരെ ആൾദൈവങ്ങളുടെ അടുത്ത് പോകും. ആൾദൈവങ്ങളുടെ അല്ലെങ്കിൽ ചില ആളുകളെ കാണാം ഈ വഴിയരികിൽ ഇരുന്ന് കൈ നോക്കുന്ന ആളുകളുടെ അടുത്ത് പോകും അല്ലെ. വഴിയരികിൽ ഇരുന്ന് കൈ നോക്കുന്ന ഒരു പക്ഷീനെ കൊണ്ട് ചീട്ടെടുപ്പിച്ചിട്ട് കൈ നോക്കുന്ന ആളുകളെ കണ്ടല്ലേ. എന്നിട്ട് ആ കൈ നോക്കുന്ന ആള് നമ്മളോട് പറയണെന്താ? എവിടെയോ ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാള് മരണപ്പെടാൻ സാധ്യതയുണ്ട്. എങ്ങനെ? അയാളെ ഭാഗ്യം അയാൾക്ക് അറിയില്ല. അതാ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളോട് ഭാഗ്യം പറയുന്ന, നമ്മുടെ സൗഭാഗ്യത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളോട് ഒരു നല്ലൊരു അടി കൊടുത്തിട്ട് ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അവിടെ തീർന്നു. അത് മാത്രമല്ല, അങ്ങനെ വലിയ ഭാഗ്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരാൾ, പ്രവചിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഈ ഒരു ചെറിയ പക്ഷീനായിട്ട് ആ വഴിയരികിൽ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം യഥാർത്ഥത്തിൽ തന്നെ കൃത്യമായൊരു സ്വപ്ന വ്യാഖ്യാനമായിട്ട് വരുന്നത്. അവിടെ നമ്മളോട് അള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. അതായത് നിങ്ങൾ ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ റിജക്റ്റ് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഹിക്മത്തിനെ, അതാണ് യൂസുഫ് അലൈഹി സ്വലാം ചെയ്യുന്നത്. കാരണം യൂസുഫ് അലൈഹി സ്വലാം സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് എന്താ ചെയ്യുന്നത്? സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണോ? രാജകൊട്ടാരത്തിലെ സ്വപ്ന വ്യാഖ്യാതാക്കളെ പോലെ ആ സ്വപ്നത്തിൽ അവരെന്താ പറയാ? പല സ്വപ്നങ്ങൾ അവർ നേരത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും. രാജാവെ സൗഭാഗ്യം വരാൻ പോകുന്നു, രാജാവെ ദുഃഖം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മുമ്പ്. എന്നിട്ട് അവർ വെറുതെ ഇരിക്കുക. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാം 7 വർഷം നല്ല ക്ഷേമത്തിന്റെ ഒരു കാലഘട്ടം വരാൻ പോകുന്നു. പിറ്റത്തെ 7 വർഷം ക്ഷാമമായിരിക്കും. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ സൂക്ഷിക്കണം. അതിനൊരു എക്കോണമിക് പോളിസി ഉണ്ടാക്കുന്നു അല്ലെ, കൃത്യമായിട്ടുള്ളൊരു പോളിസി. ആ സ്വപ്ന വ്യാഖ്യാനം നമ്മളോട് പറയുന്നത് എന്താ? ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിന്നാലെ പോകാതെ കാര്യങ്ങളെ, വസ്തുതകളായി കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ആവുക. നമുക്കും ചിലപ്പോഴൊക്കെ അങ്ങനത്തെ, നമ്മൾ യൂസുഫ് നബിയെ പോലെ സ്വപ്നം വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിലും നമുക്കും ചില സംഗതികൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് അതിൽപ്പെട്ടതാണ് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി കരുതി വെക്കുക എന്ന് പറയും. ഭാവിയിലേക്ക് വേണ്ടി കരുതി വെക്കുക ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണത്. ഇപ്പൊ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെടാൻ നേരത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഈ സ്വത്ത് മുഴുവൻ ദാനം ചെയ്യാൻ പോവാണ്. റസൂൽ പറഞ്ഞു, പറ്റില്ല, അത് പാടില്ല. എന്നാ പിന്നെ ഞാൻ പകുതി കൊടുക്കാം. ആ റസൂൽ പറഞ്ഞു, അതും വേണ്ട, പകുതിയും കൊടുക്കണ്ട. എന്നാ പിന്നെ ഞാൻ 1/3 കൊടുക്കാം. 1/3 കൊടുത്തോ. എന്നിട്ട് റസൂൽ ഒരു വാക്ക് പറഞ്ഞു. അതെന്താ? നിങ്ങൾ നിങ്ങളുടെ അനന്തരാവകാശികളെ, നിങ്ങൾക്ക് ശേഷം വരാനുള്ള മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നവരായിട്ട് വിടുന്നതിനേക്കാൾ നല്ലത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുന്നത് നല്ലതാണ്. അതാ നല്ലതെന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ ആലോചിച്ചൊക്കെ ദീന് ഇത്രയും
കരുതിവെപ്പ്, ഇത്രയും കരുതൽ, ഇത്രയും പ്രാക്ടിക്കലായിട്ട് പ്രാഗ്മാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മുടേത്. നമ്മളെ ശരിക്കും എല്ലാം അള്ളാഹുവിലെ ബരമേൽപ്പിച്ച് എല്ലാം കൊടുക്കുക. സംഗതി ശരിയാണ്, ഒരു യുദ്ധത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ അതൊക്കെ ചെയ്യും. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും കൊടുത്ത് മാത്രമേ നമ്മൾ അറിയുള്ളൂ. അന്ന് നിലവിലുള്ള മറ്റ് സഹാബിമാരിൽ ഒന്നും കൊടുക്കാത്തവരുണ്ടാവുമല്ലോ. കൊടുക്കാൻ കഴിവുള്ളവരായിട്ടും കൊടുക്കാത്തവരുണ്ടാവും. പക്ഷെ അതിനൊന്നും റസൂല് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, ഇതൊക്കെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു മതമാണ് നമ്മുടേത്. ഇതിനൊന്നും ഒരു അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോയിട്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഉള്ളതൊക്കെ എഴുതി കൊടുത്ത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ലേ, സന്താന സൗഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി ഏതെങ്കിലും മന്ത്രവാദി പറയുന്നത്, കുട്ടീനെ ബലിയെറുക്കാൻ പറഞ്ഞിട്ട് കുട്ടികളെ വരെ ബലിയെറുക്കുന്ന ആളുകളുണ്ട് അല്ലെ. ഏതോ അന്യരുടെ കുട്ടീനും സ്വന്തം കുട്ടീനൊക്കെ ബലിയെറുക്കുന്ന ആളുകൾ. അന്ധവിശ്വാസങ്ങളുടെ പോലെ. ഈ അടുത്ത് ഒരാളെ അറസ്റ്റ് ചെയ്ത് കേട്ടില്ല. ഒരാള് ഒരുപാട് പേരുടെ അടുത്ത് സ്വർണം, ഒരു കാസർഗോഡ് ഒരു ആജിയാര് കുറേ പേരുടെ അടുത്ത് സ്വർണം ഇരട്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുത്തത് ഒരു തങ്ങൾക്കും ബീവിക്കും. കാരണം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, യൂസുഫ് നബിയുടെ കഥ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസത്തെ അള്ളാഹു അതിനെടുത്തിട്ട് ആ അന്ധവിശ്വാസത്തിന്റെ സ്ഥാനത്ത് ഒരു യുക്തിപരമായിട്ടുള്ള ഒരു പോളിസി സമർപ്പിക്കുകയാണ്. ആ യുക്തിപരമായ പോളിസി നമ്മുടെ ജീവിതത്തിൽ അതും ഒരു ഇബ്രയാണ്, പാഠമാണ്, ക്രോസ് ഓവറാണ്. ഇനി ഖുർആന്റെ പർപ്പസും അത് തന്നെയാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് പകരം ദുശകുനങ്ങൾ, അപശകുനങ്ങൾ, കണ്ണേറ്, സിഹിർ, ഇതിനൊക്കെ പകരം നമ്മളൊരു പ്രാക്ടിക്കൽ ഗൈഡൻസ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഗൈഡൻസ് ആണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കും, സിഹിറില്ലേ, കണ്ണേറില്ലേ? അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് ഇനി ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുക. നമ്മളെ സംബന്ധിച്ച് ഒരൊറ്റ വാചകം മതി ഖുർആനിലെ, ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമ്മളെ ബാധിക്കും, അള്ളാഹ് നമുക്ക് എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിലേ അത് വരുള്ളൂ. അതിനാണ് പ്രാർത്ഥിക്കാനും അള്ളാഹുവിൽ എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, മുഅവ്വിദത്തൈൻ ഓതണം. ഇതൊക്കെ ഓതാൻ പറഞ്ഞ എന്തിനാ? അത്തരം എല്ലാ സംഗതികളിൽ നിന്നൊക്കെ രക്ഷ നേടണം. പക്ഷേ അത് ഓതി വെറുതെ ഇരിക്കുകയല്ല വേണ്ടത്. അത് ഓതിയിട്ട് വെറുതെ ഇരിക്കുകയല്ല വേണ്ടത്. പ്ലാൻ വേണം. യൂസുഫ് നബിയെ പോലെ പ്ലാൻ വേണം. രാജകൊട്ടാരത്തിലെ ആ പണ്ഡിതന്മാരെ പോലെ, ആ പുരോഹിതന്മാരെ പോലെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് യൂസുഫ് നബിയെ പോലെയുള്ള ഒരു സ്വപ്ന വ്യാഖ്യാനം നടത്തിയിട്ട് ആ സ്വപ്ന വ്യാഖ്യാനത്തിനനുസരിച്ച് ജീവിതത്തിന് വേണ്ട പ്രായോഗികമായ പ്ലാൻ നിർദ്ദേശിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ഓരോ രാജ്യത്തും ഓരോ പ്രദേശത്തും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിസരത്തും ഒക്കെ കൃത്യമായ ബോധമുള്ള, ചിന്തിക്കുന്ന, അതാണ് ഉലുൽ അൽബാബ്, അതിനകത്തേക്കാണ് ഞാൻ ഇനി വരാൻ പോണത്. ആ ബുദ്ധിയുള്ള ഒരു സമുദായമായിട്ട് നമ്മൾ മാറണം. അതിനാണ് ഈ ഖുർആനിലെ പാഠങ്ങൾ എന്നതാണ് കൃത്യമായിട്ട് അള്ളാഹു വിശദീകരിക്കുന്നത്. ഏതെങ്കിലും നക്ഷത്രമോ ഏതെങ്കിലും പക്ഷികൾ ഇരുന്ന് ചലച്ചാലോ ഒരു പൂച്ച വട്ടം ചാടുമ്പോഴോ അപ്പോഴൊന്നും ഒന്നും സംഭവിക്കൂല. കറുത്ത പൂച്ച വട്ടം ചാടിയാൽ എന്താ സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എവിടെയും പോകാനേ പറ്റില്ല. കറുത്ത പൂച്ചകളെ ഉള്ളൂ നമ്മുടെ അല്ലെ റോഡിലേക്ക് ഇറങ്ങിയാൽ, അല്ലെങ്കിൽ പക്ഷികൾ ചിലക്കുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ സംഗതികളിൽ നമ്മൾ ഇതാവരും. മറിച്ച് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പോലെ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ്, യൂസുഫിനെ പോയിട്ട് തെരയൂ. പ്രവാചകന് വേണി വെറുതെ ഇരിക്കാലോ യാക്കൂബ് നബിക്ക്, അള്ളാഹ് കൊണ്ടുവന്ന് തരും യൂസുഫിനെ. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ്, നിങ്ങൾ പോയിട്ട് യൂസുഫിനെ അന്വേഷിക്കൂ. നിരാശപ്പെട്ട് കരഞ്ഞ് ഒരു ഭാഗത്ത് ഇരിക്കാതെ പോയിട്ട് അന്വേഷിക്കാനാ പറഞ്ഞത്. അള്ളാഹുൽ തവക്കുലാക്കുക. അങ്ങനെയാണ്. ഓക്കെ, ഇനി ഈ ഖസസിന് വേറൊരു അർത്ഥമുണ്ട് അല്ലെ. ഖസ്സ യഖുസ്സു എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നൊരു അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. മൂസാ നബിയുടെ സഹോദരിയോട് ഉമ്മ പറയുന്നുണ്ട് അല്ലെ, ഫഖുസ്സീഹി, നീ അവനെ പിന്തുടർന്നു പോണം അല്ലെ. അപ്പം അതിൽ ഈ കഥ എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രവാചകന്മാരുടെ അതേ പാത പിൻപറ്റാനുള്ള ഒരു മെസ്സേജ് ഉണ്ട്. ഇതുപോലെ യൂസുഫ് അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും പാത പിൻപറ്റിയതുപോലെ നമ്മളും ഈ പ്രവാചകന്മാരുടെ പാത പിൻപറ്റണം. ആ മെസ്സേജും കൂടി ഈ ഖസസിൽ ഇബ്ര ഉണ്ട് എന്ന് പറയുന്ന അതിലുണ്ട്. നമ്മുടെ ഒരു
പങ്ക് എന്ന് പറയുന്നത് ഈ പ്രവാചകന്മാരുടെ അതേ പാതയിൽ നമ്മളും ചലിക്കുക, അവരുടെ വിശ്വാസവും അവരുടെ ആത്മധൈര്യവും ഒക്കെ നമ്മളും പിന്നെ നമ്മളും ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ നമുക്ക് പറ്റില്ല, പക്ഷെ അതിൻ്റെ ഒരു പ്രകാശനം, ചെറിയ രൂപത്തിലുള്ള ഒരു പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ വേണം എന്നുള്ളതാണ്. ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഹിസ്റ്ററി, അത് നമ്മുടെ ആ താരീഖ് അല്ലെ, ചരിത്രം, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടെ ചരിത്രം ഒരു മിററായിട്ട്, ഒരു കണ്ണാടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തിന്? നമ്മുടെ സ്ട്രഗിളിൽ, നമ്മുടെ പോരാട്ടങ്ങളിൽ ഒരു വഴി കാണിക്കുന്ന വെളിച്ചമായിട്ട് വിശുദ്ധ ഖുർആൻ മാറുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. ഇതാണ് ഓക്കെ. ഇനി ഖുർആന്റെ സ്റ്റോറികളെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ്. അതുകൂടി ഇതിന്റെ ഒരു പാഠത്തിൽപ്പെട്ടതാണ്, ഇബ്രയിൽപ്പെട്ടതാണ് അല്ലെ. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്ര. ഒന്ന്, അള്ളാഹുവിന്റെ മെസ്സേജിലെ യൂണിറ്റി, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഏകമാനമായ സ്വഭാവം. രണ്ടാമത്തത്, അതില് നമ്മുടെ യാത്ര നമ്മൾ തന്നെ തീരുമാനിക്കണം, നമ്മുടെ പാത എന്താണെന്നുള്ളത്. അതായത് ഒരു ചരിത്രം പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് അതേപോലെ പിൻപറ്റിയല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലേക്കും നമ്മുടെ യാത്ര എന്താണ്, നമ്മുടെ പാഠം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിധി അല്ലെങ്കിൽ നമ്മുടെ കഥ തിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എത്തുക. ചെറിയ ചെറിയ ഷോർട്ട് കട്ടുകൾ, ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയൊക്കെ ഷോർട്ട് കട്ടുകൾ കളഞ്ഞിട്ട് അള്ളാഹുവിന്റെ കൃത്യമായിട്ടുള്ള പാതയിലൂടെ പോകണം, പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ ഞാൻ പറഞ്ഞ അവസാനം അതിൻ്റെ ഒരു ഉലുൽ അൽബാബ് അല്ലെ. എന്താണ് ഈ അൽബാബ്? ലുബിന്റെ ജമാണ് അൽബാബ്. ലുബ് കേട്ടിട്ടുണ്ട്? ലുബ് എന്ന് പറഞ്ഞാൽ ശരിക്ക് വാക്കർത്ഥം ഏതെങ്കിലും ഒരു കാമ്പ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, എസൻസ്, ഒരു സംഗതിയുടെ കോർ, അതിന്റെ എസൻസ് എന്ന് പറയുന്ന സംഗതിയാണ് ലുബ്. ശരിക്കും അത് അറബി ഭാഷയിൽ ഒരു ഫ്രൂട്ടിന് ഉപയോഗിക്കുന്ന സംഗതിയാണ്. പഴം, ഇപ്പൊ പഴം, നമ്മൾ പഴത്തിന്റെ വാഴപ്പഴം വിചാരിച്ചോ, ബനാന, അതിന്റെ പീല് അല്ല, അതിന്റെ തൊലി ഉലിഞ്ഞു കളഞ്ഞാൽ തിന്നാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ പാർട്ട് ഉണ്ടല്ലോ, അതിനാണ് ലുബ് എന്ന് പറയാം. ഓറഞ്ച് ആണെങ്കിൽ ആ ഓറഞ്ചിന്റെ തൊലി പൊളിച്ചു കളഞ്ഞാൽ കിട്ടുന്ന സംഗതി, ആ എഡിബിൾ പാർട്ട്, മനസ്സിലായല്ലേ? എഡിബിൾ, തിന്നാൻ പറ്റുന്ന ആ ഭാഗം, അതിന് പറയുന്ന പേരാണ് ലുബ്. മനസ്സിലായോ? ശരിക്കും അതിന് മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു അൺകറപ്റ്റഡ് ആയിട്ടുള്ള, പ്യുവർ ആയിട്ടുള്ള ഒരു മനസ്സ്, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ബയാസ്, ഒരു പക്ഷപാതിത്വമോ ഒരു അന്ധവിശ്വാസമോ ഒരു വൈകാരികമായ ആശയക്കുഴപ്പമോ ഇമോഷണൽ ടർബുലൻസ് ഇതൊന്നും ഇല്ലാത്ത വളരെ കൃത്യമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു മനസ്സിനെ ലുബ് എന്ന പദത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഖുർആനിലെ ബുദ്ധിക്ക് പല പല പ്രയോഗങ്ങളുണ്ട്. ഇപ്പൊ അഖല് നമ്മൾ മുമ്പ് പറഞ്ഞു, അഖല് ചിന്തിക്കുന്ന ജനങ്ങള്. അഖലിനെ കുറിച്ച് നമ്മൾ അന്ന് പറഞ്ഞു കെട്ടാണ് അല്ലെ, പലതരത്തിലുള്ള കെട്ടുകളാണ്. ആ കെട്ടുകളൊക്കെ പൊട്ടിച്ചിട്ട് പൂർണ്ണമായിട്ടും ചിന്തിക്കുന്ന, എന്തിനേയും നമ്മുടെ ഇമോഷനുകളെ, ആങ്കർ, അതുപോലെ തന്നെ സാഡ്നെസ്, സോറോ, അതിനെയൊക്കെ കെട്ടിയിട്ട് നിയന്ത്രിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ബുദ്ധിയുള്ളവരാകുക എന്നതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇന്ന ഫീ ദാലിക ലഖസമുൻ ലിദി ഹിജ്ർ എന്ന് പറയുന്നുണ്ട്. ഹിജ്ർ എന്ന് പറഞ്ഞാൽ ഒരു ഹജറ എന്ന് പറഞ്ഞ ഒരു പർവ്വതമാണ്, ഒരു പാറ അല്ലെങ്കിൽ കല്ല്. അപ്പോൾ ഒരു കല്ല് പോലെ ചിന്തിക്കുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റഡി ആയിട്ട് ഒരു പാറ പോലെ ഉറച്ച് നിന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്ക് അതിന് ഹിജ്ർ എന്ന് പറയും. അതുപോലെ തന്നെ ഇന്ന ഫീ ദാലിക ആയത്തിൽ ഉലിൻ നുഹ എന്ന് പറയും. അതൊക്കെ ബുദ്ധിക്ക് ഉപയോഗിക്കുന്ന പദമാണ്. പക്ഷെ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ഫോമാണ്, ഈ ബുദ്ധിയുടെ തന്നെ ഏറ്റവും ക്ലിയർ പ്യുവർ ഫോമാണ് ലുബ് എന്ന് പറയുന്നത്. അതിന്റെ ജമ്മാണെന്ത്? അൽബാബ്. ഇപ്പം ഇന്ന ഫീ ദാലിക ആയാത്തിന്, അല്ലെങ്കിൽ ഇവിടെ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, നല്ല പ്യുവർ മനസ്സുള്ള, ശുദ്ധമായ മനസ്സുള്ള, കാമ്പ് ഉള്ള ജനങ്ങൾക്ക് ഇതിൽ പാഠമുണ്ട് എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മനസ്സിന് അള്ളാഹുവിൻ്റെ ഈ സന്ദേശം, ഈ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്റ്റോറി നമ്മൾ വായിക്കുമ്പോൾ, ഈ മെസ്സേജുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പാകപ്പെട്ട മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്കതിൽ പാഠം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളാവണം. ഈ ഖുർആൻ വാസ്തവത്തിൽ
പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, എന്നിട്ട് കാണുന്നില്ലേ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് അവിടെ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ അർത്ഥത്തിൽ ഇത്തരം സ്റ്റോറിയിൽ നമുക്ക് പാഠം ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റ് ലോകത്തിലെ മറ്റ് ശബ്ദങ്ങളുടെ പിന്നാലെ പോയിട്ട് അതിൽ ഡിസ്ട്രാക്ട് ആയി പോകുന്ന ആളുകൾക്ക് ഇതിലൊന്നും ഒരു മെസ്സേജ് ലഭിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സംഗതി ഈ പ്യൂരിറ്റി, നമ്മുടെ ഈ മനസ്സിന്റെ ഈ ശുദ്ധത നമുക്ക് ഇത്തരം സ്റ്റോറി കേൾക്കുമ്പോൾ ആ സ്റ്റോറിയിൽ നിന്നുള്ള പാഠങ്ങളെ ഇന്റേണലൈസ് ചെയ്യാൻ സാധിക്കണം. അതുപയോഗിച്ച് നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കണം. വെറുതെ കഥ വായിച്ചു പോയാൽ പോരാ. ഇപ്പൊ ലോകത്ത് സംഭവിക്കുന്നത് അതാണല്ലോ. ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ സംഗതി തന്നെ എന്താ? ഇൻസ്റ്റാഗ്രാമിന്റെ പേര് തന്നെ അതാണ്. ഇൻസ്റ്റാഗ്രാം ആണ്. അത് പെട്ടെന്നാണ്, ഇൻസ്റ്റയാണ്, ഇൻസ്റ്റന്റ്ലി ആണ്, ഇൻസ്റ്റന്റേനിയസ് ആണ്. അതിൽ ഒരു മെസ്സേജ് നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ, ഇനി സ്ക്രോളൊന്നും ചെയ്യണ്ട. ഇപ്പോൾ ചില ടിക്ടോക്കിലൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കണ്ട അടുത്തത് ഇങ്ങനെ വന്നോളും. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതല്ല ഒരു വിശ്വാസി. ലുബുള്ള ആളെന്ന് പറയുമ്പോൾ ഒരു മെസ്സേജ് കേട്ടാൽ, ഒരു സ്റ്റോറി കേട്ടാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളായിരിക്കും. അയാളുടെ മനസ്സ് ഒരു ക്ലീൻ ഫ്രൂട്ട് പോലെയാണ്. ഒരു ശുദ്ധമായ ഫ്രൂട്ടിൽ നിന്ന് അയാൾക്ക് എത്രമാത്രം സന്ദേശം ലഭിക്കുന്നു, എത്രമാത്രം പാഠങ്ങൾ ലഭിക്കുന്നു, അതുപോലെ ആയിരിക്കും എല്ലാ അർത്ഥത്തിലുമുള്ള കറപ്ഷൻ, ബയാസ്, ട്രൈബലിസം, മെറ്റീരിയലിസം, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളിൽ നിന്നും പരിപൂർണമായും ശുദ്ധമായ ഒരു മനസ്സായിട്ടായിരിക്കും അയാൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ അതാണ്. നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് നമ്മൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ഡിസ്ട്രാക്ഷൻ ആണെന്നാണ് പറയാം. സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ ടിവിയും സീരിയലും സിനിമയും അതിനല്ല ശരിക്കും നമ്മൾ അഡിക്റ്റ് ആയിരിക്കുന്നത്. മറിച്ച് നമ്മൾ അഡിക്റ്റ് ആയിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു ഇതൊക്കെ, അല്ലെ? അത്രയും ഒരുപാട് കഥകളും ഒരുപാട് സ്റ്റോറീസും ഒരുപാട് ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ചില ആളുകൾ കാണുന്ന ഈ യൂട്യൂബിലൊക്കെ കാണുന്ന സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഒരാൾ രണ്ടുപേര് ഇരുന്നിട്ട് അവരുടെ കഥ ഇങ്ങനെ പറയാണ്. ലവ് സ്റ്റോറി ആയിരിക്കും. അവർ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, കല്യാണം കഴിച്ചത്, എങ്ങനെ ജീവിക്കണം, ഇതിങ്ങനെ 1 മണിക്കൂറൊക്കെ ഇരുന്ന ആളുകൾ കാണുകയാണ്. വെറും വർത്താനം, ഒരു കാമ്പും ഇല്ലാത്ത വർത്താനങ്ങൾ, അതിന് മില്യൺ കണക്കിന് വ്യൂസ്. കണ്ടിട്ടില്ല? നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന, അതായത് സമയത്തിന് ഒരു വിലയില്ലാത്ത ഒരു അവസ്ഥ ഇന്നത്തെ ഈ മീഡിയ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡീടോക്സിഫിക്കേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉലുൽ അൽബാബ് എന്ന് പറയുന്ന സംഗതിയിൽ അതുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും പ്യുവറായിട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തത്, ഈ ഉലുൽ അൽബാബ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആക്റ്റീവ് എൻഗേജ്മെന്റ് വേണം. അതായത് ഈ കഥ, ഈ സ്റ്റോറി, യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ കഥ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് എനിക്കത് ഉപകാരം ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് യൂസുഫ് അലൈഹി ഇസ്ലാമയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ക്ഷമ, സബറുൻ ജമീൽ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ക്ഷമ, അതൊരു ആ ക്ഷമയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ക്ഷമിച്ചു എന്ന ആ കഥയിൽ നിന്ന് അത് മനസ്സിലാക്കുക എന്നതിനപ്പുറം അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ചതികളെ, വഞ്ചനകളെ എങ്ങനെ നമുക്ക് മറികടക്കാൻ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ മോഡൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ആ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് കഥ നമുക്ക് എന്താവുള്ളൂ, ഇബറത്താവുള്ളൂ. അല്ലെങ്കിൽ അതൊരു കഥയായിട്ട് അവശേഷിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പിന്നെ ഉലുൽ അൽബാബ് എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അവര് ശരിക്കും വാസ്തവത്തിൽ ഇപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് അത് വരേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ ഇപ്പൊ വല്ലാതെ സിനിമയൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ആ സിനിമയിലെ ഡയലോഗ് പലപ്പോഴും ആളുകൾക്ക് ഓർമ്മ വരും. പക്ഷെ നമുക്ക് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്തരം, ഉദാഹരണത്തിന് ട്രാഫിക് ഒരു വലിയ പ്രശ്നമാണ്, അല്ലെ? വലിയ പ്രശ്നമാണ്. ആ ട്രാഫിക്കിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആലോചിക്കാൻ പറ്റുന്നില്ല? മൂസ അലൈഹി സ്വലാം ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അന്ന് ഒരു വെയ്സോ ഒരു ഗൂഗിൾ മാപ്പോ പിന്നെ GPS ഒന്നും ഇല്ലാത്തൊരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും മൂസ അലൈഹി സ്വലാം ജീവിച്ചിട്ടുണ്ടാവുക എന്നതിനെ കുറിച്ച് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതുപോലെ യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കിണറ്റിൽ എറിയപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സംഗതികളെ അതുമായി കണക്ട് ചെയ്യാനും അതിനെ നമ്മുടെ
സംസാരങ്ങളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ, പ്രത്യേകിച്ച് കുടുംബവുമായിട്ടും കുട്ടികളുമായിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഒക്കെയുള്ള സംഭാഷണങ്ങളിൽ ഇത്തരം കഥകളും പ്രവാചകന്മാരുടെ കഥകൾ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ അതിനെയൊക്കെ ഒരു ഇമോഷണലി കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അപ്പോഴാണ് നമ്മൾ ഉലുൽ അൽബാബ് ആവുക. മനസ്സിലായോ? അതാണ് ശരിക്ക് നമ്മളെ ഈ ഈ കഥയിൽ നിന്ന് നമുക്ക് പാഠമുണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു സംഗതി അതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അപ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഈ ഈ കഥയെ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ നമ്മൾ പരിവർത്തിപ്പിക്കുമ്പോൾ, ഒരു മെസ്സേജ് ആയിട്ട് പരിവർത്തിക്കുമ്പോൾ 3 സംഗതികളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പ്യൂരിഫിക്കേഷൻ, അതായത് ഒരു 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 പരിശുദ്ധമായ ഒരു, അതാണ് ലുബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. മറ്റ് നമ്മുടെ മനസ്സിനെ കറപ്റ്റ് ചെയ്യുന്ന അത്തരം കഥകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, നമ്മളെ മനസ്സിനെ അധാർമികതയിലേക്ക് നയിക്കുന്ന കഥകളിൽ നിന്നും അത്തരം സ്റ്റോറീസിൽ നിന്നും മാറി നിന്നുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ നേർവഴിക്ക് നയിക്കുന്ന, നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുന്ന കഥകളും അത്തരം നറേറ്റീവുകളും മാത്രം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാകണം. രണ്ടാമത്തെ ഒരു കണ്ടംപ്ലേഷൻ, അതായത് ചിന്തിക്കാൻ പറ്റണം. അള്ളാഹു എന്താണ് ഈ കഥയിൽ നിന്ന് എന്നെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ്, ഈ പ്രവാചകന്റെ കഥ പറയുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്താണ് അള്ളാഹു എനിക്ക് തരുന്ന പാഠം എന്താണ്. മൂന്നാമത്തത്, ഈ കഥയെ നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുക, അതായത് മറ്റുള്ളവരിലേക്ക്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കൂട്ടുകാരുടെ വലയത്തിൽ ഒക്കെ ഈ കഥയെ നമുക്ക് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദം. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആയത്ത് അവതരിക്കുന്നുണ്ടല്ലേ, സൂറത്ത് ആൽ ഇമ്രാനിലെ ഒരായത്ത്. ആ ആയത്തിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ ആയത്ത് ഇറങ്ങിയ രാത്രി, ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. ഇതേ പദം, ലുൽ അൽബാബ്. ആ ആയത്ത് ഇറങ്ങിയ രാത്രി പ്രവാചകൻ ഉറങ്ങിയിട്ടില്ല എന്നാ പറയുന്നത്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയണേ, എൻ്റെ വിരിപ്പിൽ കിടന്ന റസൂല് ആ ആയത്ത് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് സമ്മതം ചോദിച്ചിട്ട് വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് പള്ളിയിൽ പോയിട്ട് സുജൂദിൽ, അദ്ദേഹം സുജൂദ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ ഒരു ഒരു തലയണ പോലെയൊക്കെ വെച്ചിട്ട് അവിടെ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞിട്ട് ആ തലയണ പൂർണ്ണമായിട്ടും നനഞ്ഞതായിട്ട്, ആ സുജൂദ് ചെയ്യുന്ന ആ സംഗതി പൂർണ്ണമായും നനഞ്ഞതായിട്ട്, അവസാനം ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഫജ്റിന് ബാങ്ക് കൊടുക്കാൻ വരുമ്പോഴാണ് പ്രവാചകൻ അങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അപ്പൊ ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ റസൂലെ, ഇത്രയും നേരം ഈ ഒരു എന്താണ് താങ്കളെ കരയിച്ചത്, അല്ലെങ്കിൽ എന്താണ് താങ്കളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബിലാലെ, എനിക്ക് ഇന്നലെ ഒരു ആയത്തിറങ്ങി. ആ ആയത്തിറങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില്, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ, ലആയാത്തിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള, കാമ്പുള്ള, പൂർണ്ണമായ ശുദ്ധമായ മനസ്സുള്ള ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇത് അള്ളാഹു പറഞ്ഞത് മുതൽ ഞാനിങ്ങനെ ആലോചിക്കണം ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഈ ആകാശഭൂമികളെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ശരീരത്തെക്കുറിച്ച് ഒക്കെ ആലോചിച്ചിട്ട് എനിക്ക്. എന്നിട്ട് റസൂല് പറയാണ്, ഈ ഒരു ആയത്ത് പാരായണം ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരാൾ കടന്നുപോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഉലുൽ അൽബാബിൽ പെടില്ല. കാരണം അവർക്ക് ബുദ്ധിയുള്ള, നല്ല കാമ്പുള്ള, അകക്കാഴ്ചയുള്ള, ഉൾക്കാഴ്ചയുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ അയാൾ പെടാതെ പോകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ചിന്തിക്കാനും പഠിക്കാനും, ഈ ഖുർആനിലെ കഥകൾ സാധാരണ കഥകൾ പോലെ കേട്ട് തള്ളേണ്ട, അല്ലെങ്കിൽ കേട്ട് നമ്മൾ ഒരു ഉപരിപ്ലവമായ രൂപത്തിൽ കേൾക്കേണ്ട ഒരു സംഗതിയല്ല, മറിച്ച് അത് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട, അങ്ങനെ സ്പ്രെഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടത്, ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അതാണ് ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്മിഷൻ, ഇന്റേണലൈസേഷൻ. ആദ്യമായിട്ട് നമ്മളത് ഉൾക്കൊള്ളുക, പിന്നെ നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോർമേഷൻ നടത്തുക, പിന്നെ നമ്മളതൊരു ട്രാൻസ്മിഷൻ നടത്തുക, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട സംഗതി. അപ്പോഴാണ് ഒരു കഥ ഇബ്റത്തുൻ ലിൽ ഉലിൽ അൽബാബ് എന്ന് പറയുന്ന ബുദ്ധിയുള്ള, അകക്കാമ്പുള്ള ആളുകൾക്ക് പാഠമുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ സമീപിക്കാൻ, വിശുദ്ധ ഖുർആന്റെ മെസ്സേജിനെ സമീപിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് ചോദിച്ചിട്ട് നമുക്ക് അടുത്തതിലേക്ക് ഇത് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്.
അപ്പം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ നാളെ ആ ഗ്രൂപ്പിൽ അത് ഇടാം. അപ്പം ഒരു 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 എന്താ പറയുക, സൂറത്ത് യൂസുഫ് അവസാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എന്താ ചെയ്യാം, ഒരു സംഗമം സംഘടിപ്പിക്കാം. അതിൽ സൂറത്ത് യൂസുഫിലെ പാഠങ്ങൾ പരസ്പരം പങ്കുവെക്കാം. ഈ പറഞ്ഞ പോലെ ലഖദ് കാന ഫി ഖസസിഹിം ഇബ്ര എന്ന് പറഞ്ഞല്ലോ, ഈ കഥയിലുള്ള മെസ്സേജ് അത് ഇന്റേണലൈസ് ചെയ്യാനുള്ള ഒരു പിന്നെ അവസ്ഥ നമുക്ക്, അങ്ങനത്തെ ഒരു സംഗമം നമുക്ക് സംഘടിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. നാളെ ഗ്രൂപ്പിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയുമാകാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്അൽ ജംഅന ഹാദാ ജംഅൻ മർഹൂമ വജ്അൽ തഫറഖന മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മഹ്റൂമ. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم آنس بالقرآن وحشتنا في القبور. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم اجعل القرآن شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.